ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മോർണിംഗ് മഞ്ഞയോടുള്ള ബന്ധത്തില് ഇന്ന് പ്രഭാതത്തില് തിരുവചനവുമായിട്ട് നിൽക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യാണ്. ഇന്ന് മോർണിംഗ് മഞ്ഞയുടെ ഹെഡിങ് ആയിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഒരു ഓർമ്മയുടെ ഭോജ്യത്തെക്കാൾ കൂടുതൽ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് മുമ്പ് പെസഹ വ്യാഴാഴ്ച രാത്രിയിലെ ഒടുക്കത്തെ അത്താഴ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം കൂടിയിരുന്നപ്പോൾ പറഞ്ഞതായ തിരുവചനമാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിലൂടെ വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ അവിടെ അവരോടൊപ്പം ഒന്നിച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭക്ഷണശേഷം കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണം വരെ ഒന്നും ഭക്ഷിച്ചില്ല എന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്റെ ശുശ്രൂഷയുടെ തുടക്കം തന്നെ യേശു തന്നെ വിശന്നിരിക്കുമ്പോൾ അപ്പത്തിനായി ദൂതന്മാരെ വിളിക്കണമെന്ന സാത്താന്റെ നിർദ്ദേശം യേശു നിരസിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു മറുപടി പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യമാണ്. അപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് സാത്താനോട് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ ഭക്ഷണമൊന്നും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമല്ല എന്ന് ഈ വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തില് അവന്റെ ഭൗതികമായ ഭക്ഷണത്തെക്കാൾ ഉപരിയായി അവൻ ദൈവിക വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെയും അപ്രകാരം വിശ്വാസത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി അവർ അനേക ദിവസങ്ങൾ കഷ്ടങ്ങൾ സഹിക്കുകയും പട്ടിണി കിടക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ പോറ്റി വളർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതായ ഈ തിരുവചനത്തെ അവർ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഭക്ഷിച്ചുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മബലം പ്രാപിച്ചവരായി അവരുടെ ജഡത്തിന് യാതൊരുവിധ ക്ഷീണവും ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അവർക്ക് തോന്നിയിരുന്നില്ല എന്ന് അനേകര് സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെയൊക്കെയും സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ജഡത്തിൻ്റെതായ ഇഷ്ടങ്ങള് ജഡത്തിൻ്റെതായ ഭക്ഷണ രീതികള് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നെങ്കിൽ സാത്താനോട് നമുക്ക് പറയുവാൻ സാധിക്കും, ഞാൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമുക്ക് വളരെ ശക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആത്മീയ ജീവിതത്തെ പരിപോഷിക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹങ്ങളെ മരിപ്പിക്കുവാൻ അതിനെ കൊല്ലുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നാം ആത്മീയ ശക്തിയുള്ളവരായി ആത്മീയ ബലം പ്രാപിച്ചവരായി കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ശക്തിയോടെ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഒക്കെയും നമുക്ക് ശക്തി ലഭിക്കുന്നത് നാം ഇപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ ഒക്കെയും മടക്കി നാം ചില മണിക്കൂറുകളായിരിക്കാം, ചിലപ്പോൾ 2 ദിവസമായിരിക്കാം, ചിലപ്പോൾ 3 ദിവസമായിരിക്കാം, അത് അവരവരുടേതായ ആ തീരുമാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം അപ്രകാരമായിരിക്കുമ്പോൾ നാം എങ്ങനെയുള്ളവരായി തീരും? ആത്മീയമായി നാം ബലമുള്ളവരായി തീരും, ആത്മീയമായി ശക്തിപ്പെടുന്നവരായി തീരും. അങ്ങനെ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരായി തീരുമ്പോൾ തീർച്ചയായും നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും കർത്താവിന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നത് നിത്യജീവൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മീയ ഭക്ഷണങ്ങളെ ഭക്ഷിച്ച് പാനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പുതിയ തീരുമാനങ്ങളെയൊക്കെയും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ മേശയിൽ നിന്ന്
അപ്പം ഭക്ഷിക്കുന്നവരും പാനം ചെയ്യുന്നവരുമായി തീർന്നുകൊണ്ട്, കർത്താവിന്റെ മേശയിൽ പങ്കുള്ളവരായി തീർന്നുകൊണ്ട് നാം ഓരോരുത്തരും നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ വലിയ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണമുള്ള വലിയ ആഹ്വാനമാണ്. ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ ആ വലിയ കർത്തൃമേശ, കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നാണ്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്, കഷ്ടം സഹിച്ചത് ഒക്കെയും ഓർക്കുവാൻ ഒക്കെയുമുള്ള ഒരു വലിയ ശുശ്രൂഷയാണ് കർത്തൃമേശ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതായ നിന്ദകള്, പരിഹാസങ്ങള്, ചാട്ടവാറടി പല ഇടത്തും വിസ്തരിക്കപ്പെട്ടുകൊണ്ട് ഒക്കെയും കർത്താവ് ഗാഗുൽത്ത മലയിലേക്ക് തന്റെ ക്രൂശുമെടുത്ത് യാത്ര ചമ്മട്ടിയാലുള്ള അടികള്, എത്രയധികം വേദനകള് നമുക്ക് വേണ്ടി സഹിച്ചു എന്നുള്ളത് തീർച്ചയായും ഈ ശുശ്രൂഷയിൽ നാം പങ്കുചേരുമ്പോൾ, യെശയ്യാപ്രവചനം 53-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സഹിക്കേണ്ട സകല പീഡകളെ കുറിച്ചും അവിടെ യേശു എന്തൊക്കെയാണ് സഹിക്കേണ്ടതിനെ കുറിച്ച് വളരെ വിശദമായി അവിടെ 53-ാം അധ്യായത്തില് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു വലിയ കാര്യമാണ് കർത്തൃമേശ എന്നുള്ളത്. അതിൽ പങ്കുചേരുവാൻ യോഗ്യതയുള്ളവരായി തീർന്നുകൊണ്ട്, പാവങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം അതിന് യോഗ്യതയോടുകൂടെ ആ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തുണ്ട്? നിത്യജീവൻ ഉണ്ട് എന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുക. അങ്ങനെ നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ നാം ഓരോരുത്തരും കർത്തൃമേശയിൽ പങ്കെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ആത്മീയ കൃപയും ആത്മീയ ബലവും സ്വർഗത്തിലെ ദൈവം ഈ കർത്തൃമേശയിൽ നാം പങ്കെടുക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലെ ദൈവം നൽകി തരും. അതിനുള്ള ബലം തരും, അതിനുള്ള ശക്തി തന്ന് നമ്മെ കർത്താവിന്റെ വയൽ പ്രദേശത്തേക്ക് നമ്മെ അയക്കുകയും അതിശക്തമായിട്ട് അവിടെ പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള തീരുമാനത്തോടുകൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന 2 പ്രിയപ്പെട്ടവരെ നമ്മുടെ മധ്യത്തിലുണ്ട്. ദാനിയൽ ജോഷി, പുഷ്പഗിരി ചർച്ച്, അലക്സ് സാം, കുറ്റപ്പുഴ ചർച്ച്. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് കേൾപ്പിച്ചതായ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകിക്കൊടുത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ക്രിസ്തീയ ജീവിത യാത്രയിൽ അവർക്ക് വേണ്ടുന്നതായ എല്ലാ കൃപകളും സ്വർഗത്തിലെ ദൈവം നൽകിക്കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവർ കർത്താവെ ഞങ്ങളുടെ വചനം അയച്ച് പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.